ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് ഇവിടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങൾ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മധുരക്കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ്, അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പരിപ്പും മധുരക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പെട്ടെന്ന് പുളി കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാനിതിൽ മധുരക്കിഴങ്ങ് കുറേശ്ശെയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഷ്ണങ്ങൾ ഉടയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മധുരക്കിഴങ്ങ് കുറേശ്ശെ ഉടച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് കുറേശ്ശെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഈ ഇതിൻ്റെ കടുക് പൊട്ടിച്ചതിൻ്റെയൊക്കെ വാസന നന്നായിട്ട് അതിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്ക് കറി നോക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.